നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം കണ്ണൂർ, എറണാകുളം, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നതിനേക്കാൾ അതിരൂക്ഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ കൂടിയായ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണാനാകില്ലെങ്കിലും തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് കരമന ഹരി വിമർശനം ഉന്നയിച്ചു. ഇതോടെ എം സ്വരാജ് ഇടപെട്ടു. മുതലാളി ആരെന്ന് പറയണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല. ഇതോടെ ആരോപണത്തിൽ CPM വിശദീകരണം തേടിയിട്ടുണ്ട്. കരമന ഹരി മാത്രമല്ല, നിരവധി അംഗങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സാധാരണ പാർട്ടി പ്രവർത്തകർക്കോ പൊതുജനത്തിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ലെന്നും മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. 3 മണിക്ക് ശേഷം പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു, ഇപ്പോൾ അതും വിലക്കിയെന്നും വിമർശനമുയർന്നു. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിനു മൗനം പാലിച്ചു? കോടിയേരി ബാലകൃഷ്ണനെ പോലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാതിരുന്നത് സംശയങ്ങൾക്ക് ഇട നൽകിയെന്നും വിമർശനമുയർന്നു. ജില്ലാ കമ്മിറ്റികളിലെ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് CPM-ൽ വിഭാഗീയത ശക്തമാകുന്നു എന്നു തന്നെയാണ്. KSRTC ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണ് എന്ന് CPM ആരോപിച്ചു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനം പോലും ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുണ്ട്. പിണറായി വിരുദ്ധ ചർച്ചകൾ ജില്ലാ കമ്മിറ്റികളിൽ സജീവമായ സ്ഥിതിക്ക് പിണറായി വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നില്ല. ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിൽ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ തുറന്നടിച്ചു. മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ സച്ചിൻ ദേവ് MLA-യുടെ മോശം പെരുമാറ്റം ജനങ്ങൾ കാണുമായിരുന്നു. രണ്ടുപേരും പക്വതയില്ലാതെയാണ് പെരുമാറിയതെന്നും CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. നിലവിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെയുണ്ടായാൽ അതിന് ഉത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാകുമെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഏതു കണക്ക് വെച്ചാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന് ചിലർ പറയുന്നതെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞത് ഇടയ്ക്ക് തർക്കത്തിനും വഴിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്.